ഷാജി പാപ്പൻ എന്ന് പറഞ്ഞത് ഷാൽബിനാണ്. അപ്പൊ കെന്ന എന്ന് പറയുമ്പോ ഇനി നമുക്കത് ഷാജി പാപ്പന്റെ ഭാര്യയ്ക്കും വേണ്ട ഒരു പേര് കിട്ടി. ചിപ്പി പാപ്പൻ. ആക്ച്വലി പ്രൗഡ് കാരണം ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ സെൽഫ് മെയ്ഡ് ആണ്. ഈ സെൽഫ് മെയ്ഡ് ആൻഡ് ഈ ഒരു എന്താ പറയാ സോഷ്യൽ മീഡിയയിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരുപാട് ചലഞ്ചസും ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ആൻഡ് യു പ്രൂവ്ഡ് ഇറ്റ് ദാറ്റ് യു ക്യാൻ. ഒന്നുമില്ല, ഞാനത് സർപ്രൈസ് ആയിട്ട് പറയാം. ഡേറ്റ് എല്ലാം ഫിക്സ് എന്താണെന്നറിയോ, മുടക്കാൻ വേണ്ടി കുറെ പേരുണ്ടെന്നേ, അതുകൊണ്ട് പിന്നെ പറയാൻ വയ്യ. തായ്ലൻഡിൽ നിന്ന് ഏത് സൈഡിലേക്കാ പോകുന്നത്? ബാങ്കോക്ക്, പട്ടായ. കാശ് കുറെ പോകും ഷോപ്പിംഗ് ചെയ്ത്. പട്ടായം ഓക്കെ, എല്ലാം ഓക്കെയാ. ജസ്റ്റ് ഹാവ് ഫൺ. പട്ടായ ഒറ്റയ്ക്ക് പോകേണ്ട സ്ഥലമാണ്. ഞാൻ എങ്ങനെ പറയും ഒരു വിവാഹ സ്റ്റേജിൽ നിന്ന് ഞാൻ എങ്ങനെ പറയും? നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഭയങ്കരമായിട്ട് അടി കൂടിയിട്ടുണ്ടോ? ഭയങ്കരമായിട്ട് അടി ഇതുവരെ കൂടി? ഞാനല്ല, ലൈ ഡിറ്റക്ടറാ പറയുന്നത്. ഒരു സാരി വാങ്ങി തന്നു, ബ്ലൗസ് അട തികഞ്ഞു. ഇത് കണ്ടോ, കഷ്ടപ്പെട്ട് ഞാൻ ഇങ്ങനെ ബ്ലൗസ് തയ്ച്ച്. പാപ്പൻ ഷുവറാണോ? കെന്ന ഷുവറാണോ? നോക്കിക്കേ, തുറന്നു നോക്കിക്കേ. ബ്രോക്കർ കാശ് തരാതെ കല്യാണം കഴിച്ച് നിൽക്കുക, എന്താ രസം. കല്യാണം ഇവരുടെയാണ് കല്യാണം നടന്നത്. നടത്തിയത് ഇവരല്ല, നടത്തിയത് ഇവന്റെ ചേച്ചിയാ. അളിയന്റെ ക്ഷീണം മാറാൻ വേണ്ടി അളിയന്റെ റെഡ് ബുള്ള്, ഭാര്യ ക്ഷീണം മാറാൻ വേണ്ടി എനിക്ക് റെഡ് ബുള്ള്. ഭാര്യ അല്ലേ? അതായത് ഭാര്യ. അങ്ങനെ തന്നെ വേണം. എന്റെ അളിയൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് എന്റെ അളിയൻ ഇങ്ങനെ പൈസ ഉണ്ടാക്കി ഓരോ കാര്യങ്ങൾ ചെയ്യണത്. രഞ്ജിനി ഹരിദാസ് വരും എന്ന് പറഞ്ഞ് ഇത്ര പൈസ പറഞ്ഞിട്ട് വന്നോ? എന്നിട്ട് രഞ്ജിനി മാത്രമേ ഉള്ളൂ. ഹരിദാസ് എവിടെ? അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം. ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ബയത് ഹോംസ് ഫോർ ബിൽഡേഴ്സ്, കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡേഴ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാരും ഗിഫ്റ്റ് ഒക്കെ, ശ്വേത വരെ വന്ന് ഗിഫ്റ്റ് കൊടുത്തു നമ്മുടെ കെന്നയ്ക്ക്. പാപ്പൻ ഒരു ഗിഫ്റ്റ് അല്ല, നമുക്ക് ഇതിനെക്കാട്ടും അല്ല. വാട്ട് ഇസ് ദിസ് പാദസരം? അത് കാര്യമില്ലല്ലേ? എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഉണ്ടോ കെന്നയ്ക്ക് വേണ്ടി? എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഉണ്ടോ ഗൈസ്? വാട്ട് ഡു യു തിങ്ക്? ഐ തിങ്ക് ദെയർസ് എ ഗിഫ്റ്റ്. നമുക്ക് കൊടുത്താലോ? ബൈറ്റ് ഹോംസ് ഫോർ മൈൽസ്റ്റോൺ മേക്കേഴ്സ്. ഷാജി പാപ്പന്റെ കല്യാണം നടക്കുന്ന ഈ വേളയിൽ ഇനി ഷാജി പാപ്പന്റെ വക മിസ്സസ് പാപ്പന് ഒരു ചെറിയ ഗിഫ്റ്റ് ആണ്. ആ ഗിഫ്റ്റ് നൽകുന്ന മുഹൂർത്തമാണ്. സോ ഷാൽബിൻ, ഇറ്റ്സ് ടൈം. Ladies and gentlemen, can we have a loud round of applause for Mr. and Mrs. ഷാജി പാപ്പൻ? വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോതിരമാണ്. നോക്കട്ടെ മോളെ. So sweet. Okay. So now ഞാൻ ബോക്സ് ഒന്ന് മാറ്റിക്കോട്ടെ. ബിഗ് ബോസിലൂടെ വളരെ പോപ്പുലറായ നമ്മളെ സ്വന്തം റോബിൻ ആൻഡ് ആരത്തി പൊടി നമ്മുടെ കൂടെ ഉണ്ട്. റോബിൻ, are you here still? പോയോ?
ഒന്ന് സ്റ്റേജിൽ വാ, ഒന്ന് അനുഗ്രഹിക്കൂ. ഇവിടെ ആരതി ആൻഡ് റോബിൻ റീസെന്റ് വിവാഹം കഴിഞ്ഞ ഒരു കപ്പിളാണ്. അപ്പൊ നമുക്ക് അവരുടെ നിന്ന് വല്ലോ, നമുക്കല്ല, നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? എൻഗേജ്മെന്റ് കഴിഞ്ഞു. എന്തോ കഴിഞ്ഞു. എന്താ കഴിഞ്ഞേ? എൻഗേജ്മെന്റ്. അത് മതി, പതുക്കെ പിടിച്ചാൽ മതി. അവിടെ നിന്നും ഇങ്ങോട്ട് വല്ല അഡ്വൈസ്, ഇവിടെ നിന്ന് അങ്ങോട്ടും വല്ല അഡ്വൈസ്. ലെറ്റ്സ് ഗിവ് ഇറ്റ് അപ്പ് ഫോർ റോബിൻ രാധാകൃഷ്ണൻ ആൻഡ് ആരതി പൊടി. ഹിയർ ദേ ആർ അറ്റ് ഷാജി പാപ്പൻസ് കല്യാണം. വിഷ് ദ കപ്പിൾ. റോബിൻ ആൻഡ് ആരതി, യു കാൺ ഗോ. അപ്പം നിങ്ങൾ എൻഗേജ്മെന്റ് കഴിഞ്ഞേ ഉള്ളൂ. വിവാഹം സെറ്റ് ആയോ? ഡേറ്റ് ഒക്കെ എപ്പോഴാ? സെപ്റ്റംബർ. ഓക്കെ. അപ്പം നിങ്ങൾ ഇവർക്ക് അഡ്വൈസ് കൊടുക്കണോ, ഇവർ നിങ്ങൾക്ക് അഡ്വൈസ് തരണോ? എങ്ങനെയാണ് ഇതിന്റെ ഒരു രീതി? ഇവർ തരട്ടെ അല്ലേ? ഞാൻ ആക്ച്വലി ഷാൽവിൻ്റെ ഏജ് 26 ആണെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത്. എനിക്ക് ഒക്ടോബറിൽ 34 ആവും, കെട്ടാനുള്ള പ്രായമായി. അപ്പം എന്തായാലും കൺഗ്രാറ്റ്സ്. ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, വരുന്നതിന് മുന്നേ ഷാൽവിനെ പറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പം ജോസ് ടോക്കിൽ ഫുൾ സ്റ്റോറി ഉണ്ടായിരുന്നു. ആൻഡ് ഐ ഫീൽ ആക്ച്വലി പ്രൗഡ്. കാരണം ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ സെൽഫ് മെയ്ഡാണ്. ഹീ സെൽഫ് മെയ്ഡ്. ആൻഡ് ഈ ഒരു എന്താ പറയുക, സോഷ്യൽ മീഡിയയിൽ പിടിച്ച് നിൽക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരുപാട് ചലഞ്ചസും ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ആൻഡ് യു പ്രൂവ്ഡ് ഇറ്റ് ദാറ്റ് യു ക്യാൻ. ഓക്കെ. സോ ഇതേപോലെ ഒരുപാട് പേർക്ക് സോഷ്യൽ മീഡിയയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു മോട്ടിവേഷൻ ആവട്ടെ, ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കട്ടെ. അത് മാത്രമല്ല, ബിഗ് ബോസിൽ ഇരിക്കുമ്പോഴും അതിനുശേഷവും എന്നെ ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിലുള്ളൊരു സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പേജസ് ആൻഡ് വൺ എമംഗ് ദം ഈസ് ഷാജി പാപ്പൻ ആൻഡ് മൈൽ സ്റ്റോൺ മേക്കേഴ്സ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ഞാനത് താങ്ക് യു. ഓക്കെ. ആൻഡ് കെന്നയുടെ വീഡിയോ ഞാൻ കാണുന്ന അച്ഛൻ്റെ കൂടെയുള്ള വീഡിയോ ആണ്. സോ ഞാൻ നോക്കിയപ്പോൾ ഇതാരാ ഇത് കൊച്ചു കരയുന്നത്. പിന്നീടാണ് അറിയുന്നത് ഷാജി പാപ്പനാണ് അടിച്ചുകൊണ്ട് പോയത്. ഓക്കെ. സോ അപ്പം നിങ്ങൾ രണ്ടുപേരും നല്ല പേരാണ്. പിന്നെ കെന്നയുടെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് കെന്നയുടെ ഫാദറാണ്. ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളൊരു ഫാദറാണ്. ഓക്കെ. സോ നല്ല രീതിയിൽ നോക്കിയേക്കണം കേട്ടോ. എന്തെങ്കിലും അടിയും ബഹളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്തിട്ട് പോകണം. പിന്നെ നമ്മുടെ കല്യാണം ഉടനെ ഉണ്ടാവും, പറയാം സർപ്രൈസ് ആയിട്ട്. ഓക്കെ. ഇല്ല എക്സ്ക്ലൂസീവ് ഒന്നും ഇല്ല. ഞാൻ അത് സർപ്രൈസ് ആയിട്ട് പറയാം. ഡേറ്റ് എല്ലാം ഫിക്സ് ചെയ്യാം. എന്താണെന്നറിയോ, മുടക്കാൻ വേണ്ടി കുറേ പേരുണ്ടെന്നേ, അതുകൊണ്ട് പിന്നെ പറയാൻ വയ്യ. അതുകൊണ്ട് ഇനിയിപ്പോൾ സർപ്രൈസ് ആയിട്ട് ആ സമയമാകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാം, റിവീൽ ചെയ്യാം. പിന്നെ ആൻഡ് രഞ്ജിനി ചേച്ചീനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ പലരെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ടി വിയിലൊക്കെ കണ്ട് തുടങ്ങിയിട്ട് വളരെ ഇല്ല കൊച്ചുകുട്ടിയൊന്നുമില്ല. 42, 34, ഒരു 10 അല്ല എത്ര 8 വയസ്സിന് ഡിഫറൻസ്. അപ്പം സീസൺ 1 അല്ലേ, ദിസ് ഈസ് രഞ്ജിനി ഹരിദാസ് എന്നൊക്കെ പറയുന്ന അതൊക്കെ കാണുമ്പോൾ കൊള്ളാലോ, ഈ ഷോയിൽ പോയാൽ കൊള്ളാലോ എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് ഞാൻ ഈ ഷോയിലേക്ക് വന്നത്. ആൻഡ് താങ്ക് യു സോ മച്ച്. ഓക്കെ. ആൻഡ് എപ്പോഴും ഞാൻ അവിടെ ഇരുന്ന് പറയുന്നു, ഇത്രയും എനർജറ്റിക് ആയിട്ട് ഇത്രയും നേരം നിന്ന് എങ്ങനെയാണ് ഈ പുള്ളിക്കാരി ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് എന്ത് പറ്റി, പൊക്കുന്നതിലാണോ? അതെ, കുറെ കാശ് വരും, അപ്പൊ നമുക്ക് എനർജി ഇങ്ങനെ വരും. ഷാജി പാപ്പനല്ലേ? ഓക്കെ. സോ അപ്പം ഇതേപോലെ എപ്പോഴും എനർജറ്റിക് ആയിട്ട് എന്താ പറയാ, ഇനി അടുത്തൊരു ഒരു 50 വർഷം അല്ലേ? ഓക്കെ. ആൻഡ് താങ്ക് യു സോ മച്ച്. ഒരുപാട് പേരെ കാണാൻ പറ്റി, ഒരുപാട് പേരെ മീറ്റ് ചെയ്യാൻ പറ്റി. ആൻഡ് വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഹാപ്പി മാരീഡ് ലൈഫ്. ഓക്കെ. അടിച്ചു പൊളിച്ച് ജീവിക്കുക കേട്ടോ. ബൈ. ഒരു ഹാപ്പി മാരീഡ് ലൈഫ് പറയുന്നതിൽ എന്ത് പോവും? ഹാപ്പി മാരീഡ് ലൈഫ് നമ്മൾ ഇന്നലെയാണ് കണ്ടത് ഫസ്റ്റ് ടൈം. ഹാപ്പി മാരീഡ്. ഇന്നലെ ഞങ്ങള് ആക്ച്വലി കണ്ടുമുട്ടി. ഞങ്ങൾ രണ്ടുപേരും ഇന്നത്തെ പ്രോഗ്രാമിന് വേണ്ടിയല്ലേ ആക്സസറീസ് എടുക്കാൻ വേണ്ടി രണ്ടുപേരും അതെ ഒരേ ഷോപ്പിൽ അങ്ങനെ ഞങ്ങൾ കണ്ടുമുട്ടി. യെസ്. ഇന്നലെ ഇതേ ഫംഗ്ഷന് വരാൻ വേണ്ടി നിങ്ങൾ ഒരു കടയിൽ കണ്ടുമുട്ടി. ഇപ്പോൾ ദാ നിങ്ങളുടെ ഗസ്റ്റ് ആയിരുന്നു എന്ന് പോലും കെന്ന അറിഞ്ഞില്ല. കെന്നയ്ക്ക് ബേസിക്കലി ഒന്നും അറിയില്ല. പക്ഷെ നമ്മൾ ഇവിടെ റോബിൻ ആൻഡ് ആരതി ഇവിടെ സ്റ്റേജിൽ നിൽക്കുമ്പം ഒരു സ്പെഷ്യൽ മൊമെൻ്റ് ആണ്. ബിക്കോസ് യു ഗൈസ് ആർ ഗോയിങ് ടു ഗെറ്റ് മാരിഡ്. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ 4 പേരുടെയും ഒരു വിവാഹം എന്ന് പറഞ്ഞ ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു ജേർണിയാണ്. അപ്പോൾ അത് കുറച്ച് മധുരം നൽകി നമുക്ക് ഈ വേദിയിൽ സെലിബ്രേറ്റ് ചെയ്യാം. അത് ഷാൽബിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഡിസേർട്ട്, ഒരു കേരള വിഭവമാണ്. എൻ്റെ യമുന ചേച്ചി ഒരു താലം പിടിക്കുന്ന പോലെ പിടിച്ചുകൊണ്ട് വരുന്നത്. അത് മറ്റൊന്നുമല്ല, ഇറ്റ് ഈസ് എൻ ഉണ്ണിയപ്പം.
ആണോ ശാൽബിന്റെ? ഓ എന്റെ യമന ചേച്ചി, സ്റ്റേജിന് താഴെ നിൽക്കുന്ന ഭർത്താവിനെ തേടി പിടിച്ച് ഉണ്ണിയപ്പം കൊടുക്കുന്നതൊക്കെ കുറച്ച് ഓവറാ. ദേവേട്ടാ, യമന ചേച്ചി, why don't you wish all of them the very best? ഈ ഉണ്ണപ്പം എനിക്കിതാ. ഭർത്താവിനെ കൊണ്ട് വല്ല ഉപയോഗമൊക്കെ വേണ്ടേ ദേവേട്ടാ? ഒരുപാട് സന്തോഷം നിങ്ങളെയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ. ഇത്രയും എന്താ പറയുക, നല്ല ഇത്രയും ടാലൻറ്റഡ് ആയ നിങ്ങളെല്ലാവരും ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും എന്താ പറയുക, നമ്മളൊക്കെ ഒരുപാട് വർഷം എടുത്തു ഒരു സ്റ്റാൻഡിൽ എത്താൻ. ഇവരൊക്കെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ വളരെ ലക്ഷ്യബോധത്തോടു കൂടി തന്നെ ലൈഫിനെയൊക്കെ കണ്ടിട്ട് നല്ലൊരു രീതിയിൽ ലൈഫ് കൊണ്ടുപോകുക എന്നൊക്കെ പറയുന്ന വലിയൊരു സന്തോഷം അതൊക്കെ കാണുമ്പോൾ. ഓൾ ദ ബെസ്റ്റ്. പ്രാർത്ഥനകളൊക്കെ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇതിലും വലിയ ഒരു നിലയിലേക്കൊക്കെ എത്തട്ടെ. വളരെ സന്തോഷത്തോടെ പോട്ടെ. പിന്നെന്താ, ഒരു വിവാഹം എന്ന് പറയുന്ന സംഭവത്തിൽ ഒരു കാര്യമാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്. ഏറ്റവും നല്ല ഫ്രണ്ട്സായിട്ട് ഹസ്ബൻഡിനും വൈഫിനും ഇരിക്കാൻ പറ്റുവാണെങ്കിൽ അതൊരു സക്സസ്ഫുൾ മാരീഡ് ലൈഫായിരിക്കും. ഓക്കെ, താങ്ക് യു. ദേവചേട്ടാ, you want to come on stage for a picture? ചേട്ടാ, ഉണ്ണിയപ്പം പാസ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാൻ പാ. താങ്ക് യു സോ മച്ച് യമന ചേച്ചി. താങ്ക് യു റോബിൻ. താങ്ക് യു ആർത്തി. താങ്ക് യു ദേവേട്ടാ. അവരൊക്കെ കഴിച്ചു, ചേട്ടൻ പോയെ പറഞ്ഞൊക്കെ വിടുക. അപ്പോൾ ഒരു സെഗ്മെന്റ് കൂടെ ഉണ്ട്. നൗ ലൈക്ക് ഐ വാസ് സേയിങ്, വി ഹാവ് 5 ബോക്സസ് കണ്ടോ? നോക്കിക്കേ, കെനക്ക് കാണാവോ? 5 ബോക്സസ് നൽകിയിരിക്കുന്നവരൊന്ന് നിൽക്കാമോ? ആ ബ്ലാക്ക് ബോക്സസ് കണ്ടോ? 1 2 3 4 and 5 എവിടെ? 1 2 3 4 5 കണ്ടോ? ആ അവിടെ 4 കണ്ടോ? ഓക്കെ, സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ്, ഇതിൽ ഒരു ഗിഫ്റ്റ് ഉണ്ട്, ഒരെണ്ണത്തിലേ ഉള്ളൂ. എന്ത് ഗിഫ്റ്റാണെന്നൊന്നും എനിക്കറിയില്ല. ഗിഫ്റ്റ് ആണെന്ന് തോന്നുന്നു ഇനി, അല്ലെങ്കിൽ അവർക്കറിയാം ഉണ്ടോ ഇല്ലയോ എന്ന്. ഓക്കെ, കെന്നെ പോയിട്ട് ഒന്ന് സെലക്ട് ചെയ്തേ. ആദ്യം തന്നെ പോയാൽ പെർഫെക്റ്റ്, ഭയങ്കര ജോഡിയാണ്. ആദ്യം കെന്നെ ഒറ്റയ്ക്ക് വിടാം. ആദ്യം തന്നെ തുറക്കണം. 3 എണ്ണത്തിലുണ്ട്, 2 എണ്ണത്തിലില്ല. അല്ല, 2 എണ്ണത്തിലുണ്ട്, 3 എണ്ണത്തിലില്ല. ഓ സോറി, തെറ്റിപ്പോയി ചേച്ചി, പഠിച്ചത് തെറ്റിപ്പോയി. 3 എണ്ണേ തുറക്കാൻ പറ്റൂ, 2 എണ്ണം തുറക്കാനേ പറ്റില്ല. പക്ഷെ ഈ 3 എണ്ണം തുറക്കാൻ പറ്റുന്നതിൽ ഒരെണ്ണത്തിലേ ഗിഫ്റ്റ് ഉള്ളൂ. അപ്പൂസേ, ഓക്കെ, താങ്ക് യു. അപ്പൊ ആദ്യം തുറക്കാൻ പറ്റുന്നതിൽ 3 എണ്ണം ആണ് നമ്മുടെ. ഒരു കൈയടിച്ചൊക്കെ എനിക്കൊന്ന് ഒരു എൻകറേജ്മെന്റ് കൊടുക്കൂ. അതിനകത്തുണ്ടോ കാലി? അയ്യേ, ഇനി ഒരെണ്ണം കൂടെ ട്രൈ ചെയ്യോ? ഉണ്ടോ? കുലുക്കാനൊന്നും പറ്റില്ല. ഉണ്ടോ? ഇല്ലേ? കെന്നാ ഇങ്ങോട്ട് വന്നേ, തിരിച്ചു വാ. കൊച്ചിനെ കൊണ്ട് കൊള്ളത്തില്ല ഈ പരിപാടി. തുറക്കരുത്, തിരിച്ചു വാ. മതി. എന്തിനാണ് ഒറ്റയ്ക്ക് പോയിട്ട് ഒന്നും തുറക്കാൻ പറ്റുന്നില്ല, ഒരു ഗിഫ്റ്റും വാങ്ങിക്കാൻ പറ്റുന്നില്ല. കല്യാണം കഴിച്ചാൽ ഇങ്ങനെയാ, ഒറ്റയ്ക്ക് പോയി പറയുമ്പോൾ തുറക്കരുത്. കൂടെ ആളെയും കൊണ്ടുപോയി തുറന്നാൽ ചിലപ്പോൾ ഭാഗ്യം ഷാജി പാപ്പന്റെ രൂപത്തിലായിരിക്കും ജീവിതത്തിലേക്ക് വരുന്നേ. ആണോ നോക്കിയാലോ? പോയി തുറക്കണം കറക്റ്റായിട്ട്. ഇത്രയും പറഞ്ഞിട്ട് ചീറ്റിക്കരുത്. എനിക്കറിയില്ല, അത് നിങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചോ? നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോയാൽ ഒത്തൊരുമയോടെയുള്ള ഒരു വിവാഹ ജീവിതം ഷാജി പാപ്പൻ ആൻഡ് കെന്നയ്ക്ക് പ്രതീക്ഷിക്കാം. ആദ്യത്തെ 2 എണ്ണം ഒറ്റയ്ക്ക് പോയി കെന ഫ്ലോപ്പ് ആക്കി. ഇനി കറക്റ്റ് ആയിട്ട് പോയി എടുക്കണം. എന്താ അങ്ങോട്ട് തന്നെ പോണേ? 3 എണ്ണേ തുറക്കാൻ പറ്റും, 1 എണ്ണം തുറന്നത്. അത് ഷുവറാണോ പാപ്പൻ? ഷുവറാണോ കെന്ന? ഷുവറാണോ? നോക്കിക്കേ, തുറന്നു നോക്കിക്കേ. ഉണ്ടോ? ഓ, അതിനകത്ത് വിലപിടിപ്പുള്ള വല്ലോ ആണോ? തുറന്നു നോക്ക്, അവിടെ തന്നെ തുറക്കോ. Oh, a watch. Very nice. Papan,
കെന്നയ്ക്ക് വാങ്ങിച്ചു കൊടുത്ത വാച്ചാണോ അതോ അപ്പൂസ് വാങ്ങിച്ചാണോ? ആര് വാങ്ങിച്ച വാച്ചാ? ഡൺ. അപ്പൊ വാച്ച് ഇടുക, വരിക, സ്റ്റേജിലേക്ക് വരിക. നിങ്ങളുടെ ഒരുമിച്ച് പോയപ്പോൾ ഐ ഹാവ് ഹേർഡ് ലൈക്ക് ഐ സെഡ്, ജീവിതത്തിലെ വലിയൊരു സ്റ്റെപ്പാണ്, ഒരു പുതിയ ചാപ്റ്ററാണ് വിവാഹം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഷാജി പാപ്പൻ 26 വയസ്സ് വരെ ഒറ്റയ്ക്കായിരുന്നു. ഇപ്പം ആ ജീവിതത്തിലേക്ക് കെന എന്ന രാജകുമാരി കയറി വന്നിരിക്കുകയാണ്. സോ ഇനി മുന്നോട്ടുള്ള അവരുടെ ജീവിതം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ഗെയിം അല്ല, രണ്ടുപേരും ഒരുമിച്ച് കളിക്കാൻ പോകുന്ന ഒരു ടെസ്റ്റ് മാച്ച് പോലെ ആയിരിക്കും. അതിൽ ഡെഫിനറ്റ്ലി ദെൽ ബി ഹൈസ് ആൻഡ് ലോസ്. ആ ഹൈസ് ആൻഡ് ലോസ് ഒക്കെ അതിൻ്റെതായ ഒരു മീനിങ്ങിൽ എടുത്ത് ഐ ഹോപ്പ് ദാറ്റ് യു ഹാവ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ യൂണിയൻ ടുഗെദർ. ലെറ്റ്സ് സീ ദ വാച്ച്. Awesome, it's for you. Why don't you match ചെയ്യോല്ലോ, അത് വിട്ടു കൊടുത്തോ. Byatt Homes for presents Milestone Makers ഷാജി പാപ്പൻ്റെ കല്യാണം. നമ്മൾ ഇതാദ്യമായിട്ടാണ് ഷാജി പാപ്പൻ ആരാണെന്ന് റിവീൽ ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷത്തിൽ തന്നെ ഇത്രയും വലിയ സക്സസ് കൈവന്ന യൂട്യൂബ് ചാനൽസ് 2 വർഷത്തിൽ തന്നെ 2 എണ്ണം സ്പെക്ടാക്കുലർലി ചെയ്തു. ദേ ആർ ലീഡിങ് in the Kerala entertainment industry. അപ്പോൾ ഷാജി പാപ്പൻ aka ഷാൽബിൻ വിനയൻ is married to the beautiful Kena Sunny. അപ്പോൾ ഇനി ഒരു ലൈ ഡിറ്റക്ടർ ടെസ്റ്റ് ആണ്. ഷാൽബിന് നുണ പറയുന്ന ഒട്ടും ഇഷ്ടമല്ല, ഓൾറെഡി പറഞ്ഞു അല്ലേ? ഓക്കെ, സോ ഇനി ഞാൻ ചോദിക്കാൻ പോകുന്ന കുറച്ച് ചോദ്യങ്ങൾ 2 പേർക്കും കൂടെയാണ്. ഓക്കെ, ഞാൻ തന്നെയാണ് ലൈ ഡിറ്റക്ടർ. ജീവിതത്തിൽ കള്ളമൊന്നും പറയാത്ത ഈ ഞാൻ. രണ്ടുപേരും ഒരുമിച്ചാണോ ആൻസർ പറയേണ്ടത്? ഞാനൊന്ന് നോക്കട്ടെ എന്താ സംഭവം. ഇത് കെന്നയ്ക്കുള്ള ചോദ്യമാണ്. ആദ്യത്തെ ചോദ്യം കെനയ്ക്കുള്ളതാണ്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും അല്ല, സത്യങ്ങൾ പറഞ്ഞാൽ മതി, അത് വെരി സിമ്പിൾ, സത്യമായിട്ടും. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ചോദ്യം. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 20 days അല്ലേ റഫ്ലി? ഈ 20 ദിവസത്തില് ഷാജി പാപ്പന്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും പ്രഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടോ? യെസ്. ഓ, സത്യം പറഞ്ഞു, എന്താണെന്ന് പറയോ? നെക്ലസ്. സത്യമാണ്, അത് പറയേണ്ട ആവശ്യമില്ല. ഇത്ര ഓപ്പൺ ആയിട്ട് ഡയമണ്ട് നെക്ലസ് കൊടുത്തു കഴിഞ്ഞു. ഈ ദൂരത്താണ് കൺട്രോൾ ചെയ്യാൻ പറയുന്നത്, മനസ്സിലായി? അടുത്ത ക്വസ്റ്റ്യൻ 2 പേർക്കും സെപ്പറേറ്റ്ലി ചോദിക്കാം. ലൈ ഡിറ്റക്ടർ ഞാനാണെങ്കിലും ഒച്ച മോളിന്ന് വരും തെറ്റാണെങ്കിൽ. ദൈവം. ഓക്കെ, പാപ്പന്റെ സ്വന്തം അപ്പൂസ്. ഓക്കെ, റെഡി? ഓക്കെ, കല്യാണം കഴിഞ്ഞ് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഭയങ്കരമായിട്ട് അടി കൂടിയിട്ടുണ്ടോ? കല്യാണം കഴിഞ്ഞിട്ട് സത്യം പറയണം. ഭയങ്കരമായിട്ട് അടി ഇതുവരെ കൂടി? ഞാനല്ല, ലൈ ഡിറ്റക്ടറാ പറയുന്നത്. നിങ്ങൾ അടി കൂടിയിട്ടുണ്ട്? അമ്മയോട് ചോദിച്ചോക്കെ, ബിന്ദുമ്മ എന്തേ? ഓക്കെ, ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ അടി കൂടിയിട്ടുണ്ടോ? അടിയില്ല. വഴക്കുണ്ടാക്കിയിട്ടുണ്ടോ? മിണ്ടാതിരുന്നിട്ടുണ്ടോ? അടി കൊടുത്തിട്ടുണ്ടോ? ഇതുവരെ ഇല്ല, ഇനി ഉണ്ടാവും. ചെറിയ വഴക്കുണ്ടാക്കിയിട്ടുണ്ടോ? പിണങ്ങി ഇരുന്നിട്ടുണ്ടോ? വഴക്ക് എന്തിനാ? അത് പറയണം, ലൈ ഡിറ്റക്ടർ ടെസ്റ്റ് ചോദിക്കല്ലേ. ഓവർലാപ്പ് അല്ല, പാപ്പന്റെ ടൂൺ ചേഞ്ച് ചെയ്യുമ്പോ എനിക്ക് അപ്പൊ അപ്പൊ തന്നെ ഓ സോറി എന്ന് പറഞ്ഞിട്ട് നോർമൽ ടൂൺ. അപ്പൊ വഴക്കാവാൻ സമ്മതിക്കില്ല. ഇല്ല, ഓവർ. ഇപ്പൊ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ അടുത്ത ആള് സംസാരിക്കുന്നത് അങ്ങനെ മൈക്കിൽ നമ്മുടെ കേൾക്കാതെ തിരിച്ചു പറയുന്നു. ഓ മോനെ, എടാ മോനെ, നീ അനുഭവിക്കാനിരിക്കുന്നു. അത് ആങ്കർ അതിന്റെ ഒരു പ്രശ്നം തോന്നുന്നു നമുക്ക്. പഠിച്ചോളൂ, ചെക്കൻ പഠിച്ചോളൂ. ഓക്കെ, ഷാജി പാപ്പൻ ഭയങ്കര ദേഷ്യക്കാരനാണോ? അല്ല, എന്റെ അടുത്ത്. അത് അപ്പൂച്ചേട്ടൻ അടിക്കാൻ, കാരണം ഇവരുടെ അടുത്തൊക്കെ ദേഷ്യപ്പെടും, എന്റെ അടുത്ത് ദേഷ്യപ്പെടാറില്ല. അത് അപ്പൂസ് അറിയാതെ പോയി കൈ തട്ടിക്കൊണ്ടിരിക്കുക. അത് നിൽക്കണല്ലോ. ഭയങ്കര ദേഷ്യക്കാരനാണോ അപ്പൂസെ? ഭയങ്കര ദേഷ്യക്കാരനാണോ അപ്പൂസ്? മൈൽസ്റ്റോൺ മേക്കേഴ്സ് ഭയങ്കര ദേഷ്യക്കാരനാണോ? എല്ലാരും തലയാട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ അപ്പൂസിന് മാത്രം തോന്നുന്ന ഒരു വികാരമാണ് അവിടെ നിന്ന്. ഓക്കെ, ലൈ ഡിറ്റക്ടർ കുറച്ച് പാർഷ്യലാണ്. സോറി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങൾ 2 പേരും കൂടിയിരുന്നാൽ മറ്റുള്ളവരെ കുറ്റം പറയാറുണ്ടോ? ഏയ് ഷട്ട് അപ്പ്.
ഈ ലൈ ഡിറ്റക്ടർ ആദ്യം ഓഫ് ചെയ്യണം. ഈ ലൈ ഡിറ്റക്ടറിന്റെ കൂടെയാ ഞാൻ. കുറ്റം പറയാറില്ല. പിന്നെ അവരുടെ നല്ല കാര്യം മാത്രമേ പറയാറുള്ളൂ. ഇല്ല, നമ്മൾ നിങ്ങൾ മനുഷ്യരാണോ? അതെ അതെ അടുത്ത ചോദ്യം. അതെ. അടിക്കടാ. ലൈറ്റ് ഇപ്പൊ മനസ്സിലായില്ല അതിനെന്താ കംപ്ലൈന്റ് ഉണ്ടെന്ന്. കുറ്റം പറയാത്തവർ കല്ലെറിയട്ടെ എന്നല്ലേ പറഞ്ഞിരിക്കുന്നേ? വേണ്ടപ്പെട്ടവരെ പറ്റി കുറ്റം പറയാനുണ്ട്. അതെ. ആരെ പറ്റിയെങ്കിലൊക്കെ എന്തെങ്കിലും come on. അല്ല അങ്ങനെ എങ്ങനെ എന്താ പറയാ നമ്മളെന്താ നിങ്ങൾക്ക് ഓർമ്മയില്ല. അതായി അവരെ മുമ്പിൽ നിന്ന് കുറ്റം പറയുള്ളൂ. ഇല്ലാത്തവൻ കുറ്റം പറയും. ഇല്ലാത്തപ്പോ കുറ്റം പറയും. ഓക്കെ, അത് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് ഓക്കെ, അക്സെപ്റ്റഡ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. ഹണിമൂണിന് എവിടെ പോകണമെന്ന കാര്യത്തിൽ രണ്ടുപേർക്കും 2 പ്ലാൻസ് ആയിരുന്നോ? അല്ല, ഒരേ പ്ലാൻ ആയിരുന്നോ? അല്ല ഒരേ പ്ലാൻ ആയിരുന്നു. അല്ല, ഷാൽവിന് എന്ത് പറഞ്ഞാലും ലൈറ്റ് ഡിറ്റക്ടർ വരും എന്നല്ലേ? ഷാൽവിൻ എന്നാ അടുത്ത ഓപ്പോസ് ഏതാ? ഞങ്ങൾക്ക് ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് അപ്പൂസേട്ടൻ തന്നു. ഓ, അതെന്താ? തായ്ലാൻഡ് ട്രിപ്പ്. അത് ഒരേ സ്ഥലത്തേക്കല്ലേ രണ്ടുപേരും പോണേ? ഒരേ സ്ഥലത്തേക്ക് തന്നെയാ. ഓ, എത്ര ദിവസം പോകുന്നു? ഞാനിപ്പോ വന്നേ ഉള്ളൂ തായ്ലൻഡിൽ നിന്ന്. ഏത് സൈഡിലേക്കാ പോകുന്നത്? ബാങ്കോക്ക്, പട്ടായ. കാശ് കുറെ പോകും ഷോപ്പിംഗ് ചെയ്ത്. പട്ടായം ഓക്കെ, എല്ലാം ഓക്കെയാ. ജസ്റ്റ് ഹാവ് ഫൺ. പട്ടായ ഒറ്റയ്ക്ക് പോകേണ്ട സ്ഥലമാണ്. ഞാൻ എങ്ങനെ പറയും? ഒരു വിവാഹ സ്റ്റേജിൽ നിന്ന് ഞാൻ എങ്ങനെ പറയും പട്ടായയില്? ഞാൻ എപ്പോഴും എൻ്റെ ഒരു ഇവന്റ് എപ്പോഴും നടക്കുന്ന അവിടുത്തെ ദൂസിത്താനിയിലാണ്. സോ ഞാൻ അതിന് 2 ആഴ്ച മുമ്പ് പോയി വന്നേ ഉള്ളൂ. അടിപൊളിയാണ്. ഓക്കെ, ഹണിമൂൺ ഒബ്വിയസ്ലി ഡു വട്ട് എവർ യു വാണ്ട്. പക്ഷെ പട്ടായം ബാങ്കോക്കൊക്കെ ഒന്ന് കയറുക, ഒന്ന് സ്ഥലമൊക്കെ കാണുക കേട്ടോ. നല്ല ചൂടായിരിക്കും. സോ ബെസ്റ്റ് ഉള്ള. അതെ അതെ മതി. കുറെ നേരമായി ഇവിടെ ഇത് തുടങ്ങിയിട്ട്. കുറെ നേരമായില്ല ഇവിടെ. എന്താ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവണില്ലേ? രഞ്ജിനി എവിടെ? രഞ്ജിനി ആയാലും കൊള്ളാം, പുഞ്ചിരി ആയാലും കൊള്ളാം. എവിടെ? ഇങ്ങോട്ട് വിളിച്ചേങ്ങോട്ട്. ഒരു കല്യാണം നടത്താൻ പെട്ട പാട് എനിക്ക് മാത്രമേ അറിയുള്ളൂ. എന്നിട്ട് ബ്രോക്കർ കാശും തരാതെ സ്റ്റേജിൽ കയറി ഇങ്ങനെ നിൽക്കുക. രഞ്ജിനി എവിടെ? രഞ്ജിനിയാ പുഞ്ചിരിയാ ആരാണ്ടൊക്കെ പറയണ്ടായിരുന്നില്ല ഇവിടെ കിടന്ന്? എവിടെ? വിളിച്ചേ. രഞ്ജനി പോയി. രഞ്ജിനി അങ്ങനെ പോവൂല. അങ്ങോട്ട് കയറി വാ. രഞ്ജനിയുടെ സമയം കഴിഞ്ഞു. രഞ്ജിനി അങ്ങനെ പോണ്ട, ഇങ്ങോട്ട് കയറി വാ. രഞ്ജനി എക്സ്ട്രാ ബാറ്റല്ല. ഇല്ല അങ്ങോട്ട് വാ. അല്ല, ഫോട്ടോ എടുക്കട്ടെ ഇവര്, എന്നിട്ട് ചേച്ചി. അതൊക്കെ ആയിക്കോട്ടെ, ഫോട്ടോ ഒക്കെ എടുത്തോട്ടെ. ഫോട്ടോ എടുക്കുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ബ്രോക്കർ കാശ് തരാതെ കല്യാണം കഴിച്ച് നിൽക്കുക എന്താ രസം? പക്ഷെ ആ ഫോട്ടോയില് കാണുന്ന ഷാജി പാപ്പാനല്ലല്ലോ ഇത്. ഇതാണ് മാറിപ്പോയോ? ചേച്ചി ഇതാണ് ഷാജി പാപ്പ. അല്ലല്ല എവിടെ ഷാജി പാപ്പൻ? അയ്യോ, അതല്ല. അല്ല, അത് ആ ഫോട്ടോയില് കണ്ട ഷാജി പാപ്പ. അത് വെറുതെ ഫോട്ടോയ്ക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തതാ. പറ്റൂല. മീശ എവിടെ? ഷാജി പാപ്പാന്റെ മീശ. ഷാജി പാപ്പന് താടി ഉണ്ടെന്നേ ഉള്ളൂ, മീശ എന്തുണ്ട്? അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്. ഞാൻ ഒരു കാര്യം, എന്ത് മര്യാദ അത്? നല്ലൊരു പെങ്കുച്ചിനെ ഞാൻ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ബ്രോക്കർ ചേച്ചിയാണോ? എന്നിട്ടുണ്ടല്ലോ എനിക്ക് ഒരു സാരി മാത്രം വാങ്ങി തന്നിട്ട് എൻ്റെ പൈസയും തരാതെ ഇത്ര ആൾക്കാരുടെ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ ഷൈൻ ചെയ്യുക. എത്ര നേരമായി ഞാൻ അവിടെ നോക്കിയിരിക്കണു. രഞ്ജിനിക്ക് ഒരു മര്യാദ ഇല്ലേ? രഞ്ജിനി ഇത്രയും നന്നായി കോമ്പയർ ചെയ്യുന്ന രഞ്ജിനി ഒരു മര്യാദ ഇല്ല. എന്താ ഇല്ലാത്തത്? പണ്ടേ ഇല്ലല്ലോ ചേച്ചി. അത് പാടില്ലല്ലോ. പക്ഷെ എനിക്ക് അതൊന്നും അറിയണ്ട. എനിക്ക് ബ്രോക്കർ കാശ് കിട്ടണം. അല്ല, ഒരു മിനിറ്റ്. കല്യാണം ഇവരുടെയാണ് കല്യാണം നടന്നത്. പക്ഷെ നടത്തിയത് ഇവരല്ല, നടത്തിയത് ഇവന്റെ ചേച്ചിയാ. അതാരാ ചേച്ചി? ചേച്ചിയോടെ വിളിക്കാവളെ. ചേച്ചിയെ വിളിച്ചങ്ങോട്ട്. അല്ല, നമ്മൾ അങ്ങനെ സമ്മതിക്കില്ല. ഒരു സാരി വാങ്ങി തന്നു. ഷാജി പാപ്പൻ ഒരു മിനിറ്റ് ചേച്ചി. അലപ്പല്ലേ ചേച്ചി, നമ്മുടെ കുറെ ഗസ്റ്റ് ഒക്കെ ഇരിക്കില്ലേ? ഷാജി പാപ്പന്റെ ചേച്ചി ഇതാണോ ചേച്ചി? ആരെന്റെ ഷാജി മോനോട് കുറ്റം പറയുന്നത്? ഞാനേ കുറ്റവും കുറവൊന്നും പറഞ്ഞില്ല മോളെ. നല്ലതേ പറഞ്ഞുള്ളൂ. നല്ല ചെക്കൻ, നല്ല ഭംഗിയുണ്ട്. നിന്നെ വെച്ച് നോക്കുമ്പോ സുന്ദരൻ, ഭയങ്കര ഭംഗി. എങ്ങനെ സുന്ദരൻ അല്ലാണ്ടിരിക്കും? ഞാൻ വളർത്തിയ എന്റെ പൊന്നനിയനാണ് ഈ ഷാജി മോൻ. അത് വെറുതെ. അതൊക്കെ ഞാൻ നേരത്തെ അറിഞ്ഞായിരുന്നു ആരാ വളർത്തിയെന്നൊക്കെ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോഴത്തെ പ്രശ്നം, ഇത്രയും നല്ലൊരു കുട്ടീനെ ഞാൻ കെട്ടിച്ചു കൊടുത്തു. എനിക്ക് ബ്രോക്കർ കാശ് തന്നിട്ടില്ല. ഞാനല്ലേ ഈ ബന്ധം ഞാനാ കണ്ടുപിടിച്ചു കൊടുത്തത്. നിങ്ങൾ നിൽക്കോ ഇരിക്കോ അതൊന്നും എനിക്കറിയണ്ട. കല്യാണം നടത്തിയത് ഞാനാണ്. എനിക്ക് ബ്രോക്കർ കാശ് കിട്ടാം. ഒരു സാരി വാങ്ങി തന്നു. ബ്ലൗസ് അട തികഞ്ഞു. ഇത് കണ്ടോ? കഷ്ടപ്പെട്ട് ഞാൻ ഇങ്ങനെ ബ്ലൗസ് തയ്ച്ച്. ബ്ലൗസ് തികയണില്ല. കഷ്ടപ്പെട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ബ്ലൗസ് തയ്ച്ച് വെച്ച് എന്ത് ചെയ്യാനാ? വാങ്ങിച്ചു തന്ന സാരി ഇത് ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറയും? ബ്രോക്കർ കാശ് തരുമോ ഇല്ലയോ? അതേ കുട്ടിക്ക് പാദസരം ഇടിച്ചു കൊടുക്കുവോ? അങ്ങനെ എന്തൊക്കെയാ സംഭവം? ഏതെങ്കിലും നൂരി തന്നാൽ മതി, ഞാൻ പൊക്കോളാം. എന്തെങ്കിലും തന്നാൽ മതി, ഞാൻ പൊക്കോളാം. എന്തെങ്കിലും തരാൻ പറ്റുമോ? എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിടും, ഒഴിവാക്ക്. എന്താ തരാൻ? വിടമാട്ടെ.
സെറ്റിൽ ചെയ്തേക്കാം. എന്താ മറ്റേ സെറ്റിൽമെന്റ് ചേച്ചി ഈ സാരി ഭയങ്കര വിലയുള്ള സാരിയാണ്. സാരിക്ക് ഭയങ്കര വിലയുള്ള സാരിയാണ്. ഇതേ സാരി ഷോപ്പിൽ പോയി ഞാൻ ചോദിച്ചു. ഇദ്ദേഹം ചെയ്ത് എന്താണെന്നറിയോ? ആകെ 600 രൂപ സാരിയുടെ ഇപ്പുറത്തൊരു 4 ഇട്ട് വെച്ചിരിക്കണ്. നമ്മളെയാണ് പറ്റിക്കണത്. നമ്മൾ സമ്മതിച്ചു കൊടുക്കുവോ? ആ പരിപാടി ഒന്നും വേണ്ട. എനിക്ക് എന്തെങ്കിലും തരാതെ അവിടുന്ന് പോകില്ല. എന്തെങ്കിലും ഗോൾഡോ അല്ലെങ്കിൽ വാച്ചോ ആ കുട്ടിയുടെ കയ്യിൽ കിടക്കുന്ന മോതിരോ എന്തെങ്കിലുമൊക്കെ എനിക്ക് ഊരിക്കൊണ്ടുപോയി ഞാൻ പോയിരിക്കും. എന്തായാലും എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്റെ ഷാജി മോൻ ഒരു നല്ല ഓക്കെ തങ്കം പോലത്തെ ഒരു പെങ്കൊച്ചിനെ കണ്ടെത്തി തന്നില്ലേ? അപ്പൊ അതിനു വേണ്ടിട്ട് എന്തായാലും ഞാൻ ചോദിക്കുന്ന കാര്യം കൊടുത്തിരിക്കും. ഉറപ്പാണേ. പിന്നെ ഇങ്ങോട്ട് വാ ബാടി, ഇങ്ങോട്ട് വാ. അങ്ങനെ എനിക്ക് അതൊന്നും വേണ്ട. ആ കൈ നീട്ടു. ഇതിൽ നിന്ന് എന്ത് വേണമെങ്കിലും കൊണ്ടുപോയിക്കോളൂ, ഒരു പ്രശ്നമില്ല. അയ്യോ ഈ തരം ഐറ്റൊന്നും ഞാൻ എടുക്കില്ല മോളെ. ഗൂഗിൾ പേ ഉണ്ട്, ഗൂഗിൾ പേ. എനിക്കില്ലല്ലോ. ഇല്ലേ? ഇവരിങ്ങനെയുള്ള ഫാമിലിയല്ല, നമ്മളൊക്കെ കുറച്ച് വലിയ ഫാമിലികളാ. അപ്പൊ എന്തായാലും ഒരു കാര്യം ചെയ്യാം. ഇങ്ങനെ ഒരു കല്യാണമൊക്കെ എത്ര നേരം നിങ്ങളടുത്ത് പറഞ്ഞിട്ട്. അതാ റെഡ് ബുള്ളൊക്കെ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ച് ഇങ്ങനെ തല്ലാമെന്നാണ്. എല്ലാം ഇതിൽ പറയാം. എല്ലാം ഇതിൽ പറയാം. എന്റെ അളിയന്റെ ക്ഷീണം മാറാൻ വേണ്ടി റെഡ് ബുള്ള്. പുള്ളിയുടെ ഹസ്ബൻഡാ, ഒരേ ഒരു ഭർത്താവാ. അളിയന്റെ ക്ഷീണം മാറാൻ വേണ്ടി അളിയന്റെ റെഡ് ബുള്ള്, ക്ഷീണം മാറാൻ വേണ്ടി എനിക്കൊരു റെഡ് ബുള്ള്. ഭാര്യ അല്ലേ? അതാ എന്റെ ഭാര്യ. അങ്ങനെ തന്നെ വേണം. എന്നാ ഇഷ്ടപ്പെട്ടോ? അതിൽ ഇഷ്ടപ്പെട്ടോ? നിങ്ങളോട് ഞാൻ പറഞ്ഞത് ഈ കളർ മാറിക്കേ, ഒന്നിങ്ങോട്ട് മാറിക്കേ, രണ്ടുപേരും കൊണ്ട് നീങ്ങേ, ഒന്നങ്ങോട്ട് നീങ്ങേ. ഈ കളറാണോ പറഞ്ഞേ? എന്റെ ഷാജിമോന്റെ കല്യാണത്തിന്റെ ബോർഡിന് ഈ കളറാണോ ഞാൻ പറഞ്ഞേ? ഇത് കറക്റ്റ് ആപ്റ്റാണ്. ഞാൻ പറയട്ടെ, ഷാജി പാപ്പാൻ എന്ന് എഴുതിയേക്കുന്ന കളർ എന്താ? ചുമപ്പ്. താഴെ എന്ത് കളറാ? ഈ ചുമപ്പ് കളർ ഞാൻ അളിയന് വേണ്ടി ചൂസ് ചെയ്തത്. ഇവളെ കെട്ടിക്കഴിഞ്ഞ് എന്റെ ജീവിതത്തിൽ വന്ന ചില തിക്താനുഭവങ്ങൾ കൊണ്ട് ചുമപ്പ് കളർ ഞാൻ ഇട്ടതേ ഉള്ളൂ. എന്റെ അളിയനൊരു ഉപദേശം കൊടുത്താ ഞാൻ. വേറെ കാര്യങ്ങളൊക്കെ ഇവിടെ ഓക്കെ അല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇങ്ങനെ എന്റെ തലയിൽ കെട്ടി വെക്കരുന്നു. തലയ്ക്ക് അകത്തൊരു കുന്തമില്ല, പുറത്തൊരു കുന്തം ഇല്ലാത്ത ഒരാൾ. ഒന്നുമില്ല, നിങ്ങൾ എല്ലാരും കേൾക്കണം. ഈ നിക്കണത് ആരാ? ഷാജി പാപ്പാൻ. എന്റെ മോൻ ഷാജിമോൻ. ഷാജിമോൻ. നിന്റെ പേര് ആനിയെന്നല്ലേ? നിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞ് എന്നെ ആനപ്പാപ്പാൻ തന്നെ എല്ലാരും വിളിക്കണം, അറിയാമോ? അക്ഷരന്റെ കണ്ട് തിരിച്ചു വരണം. ആനിയുടെ പാപ്പാൻ. ആനി പാപ്പൻ. എന്റെ പേര് ആനിന്നാണേ. ഈ രൂപം കൊണ്ട് തന്നെ കറക്റ്റ് ആനയുടെ വള്ളി എടുത്ത് കളഞ്ഞാൽ കറക്റ്റ് പോയിന്റ് ആണ്. ബോഡി ഷേപ്പിംഗ് മനുഷ്യൻ ആൾക്കാർ അതെ, ഈ സെലിബ്രിറ്റീസിനെ കൊണ്ടുവന്നു പറഞ്ഞ ആരൊക്കെ ഇവിടെ? സെലിബ്രിറ്റീസ് അല്ലേ നിറഞ്ഞിരിക്കുന്നേ? ആരൊക്കെ? സകലമാന സെലിബ്രിറ്റീസും വന്ന് എന്ത് കളർഫുൾ ആയിട്ടുള്ള പരിപാടിയാണ്. എല്ലാവർക്കും AC ഒക്കെ ഉണ്ടല്ലോ അല്ലേ? സുരേഷ് ഗോപി ചേട്ടൻ വന്നിരുന്നു, ശ്വേത മേനൻ വന്നിരുന്നു. അവരൊക്കെ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുകയാണ്. അല്ല, അവരൊക്കെ വന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ നിന്നെ ഈ രഞ്ജിനി ഹരിദാസ് പറ്റിച്ചു. ഞാനല്ലേ രഞ്ജിനി ഹരിദാസ്? ഇങ്ങനെ വന്നേ. എന്റെ ഷാജിമോന്റെ കല്യാണത്തിന് ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ആങ്കർ തന്നെ വരണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് രഞ്ജിനി ഹരിദാസിനെ തന്നെ കൊണ്ടുവന്നു. കണ്ടോ അതിന്റെ കാര്യം എന്നാന്ന് ഞാൻ പറയട്ടെ. കണ്ടോ, എന്റെ അളിയൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് എന്റെ അളിയൻ ഇങ്ങനെ പൈസ ഉണ്ടാക്കി ഓരോ കാര്യങ്ങൾ ചെയ്യണത്. രഞ്ജിനി ഹരിദാസ് വരൂ എന്ന് പറഞ്ഞ് ഇത്ര പൈസ പറഞ്ഞിട്ട് വന്നോ? എന്നിട്ട് രഞ്ജിനി മാത്രമേ ഹരിദാസ് എവിടെ? ഞാൻ ഒരാളുടെ പേയ്മെന്റ് അടിച്ചു മാറ്റുന്ന നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനെ നടക്കുന്ന പരിപാടിയില്ല. ഷാജിമോനെ ഞാൻ ഒരേ ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുള്ളൂ. ഇച്ചിരി ബുദ്ധിയും ഇച്ചിരി ധൈര്യമുള്ള വിവരം. ഇച്ചിരി ധൈര്യവും ഇച്ചിരി ബുദ്ധി. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. കഴിഞ്ഞ ദിവസം നീ കുളത്തിൽ വീണപ്പം നിന്നെ ഞാൻ ധൈര്യമായിട്ട് എടുത്ത് പൊക്കിയില്ലേ? ധൈര്യമായിട്ട് എടുത്ത് പൊക്കിയപ്പോ ധൈര്യം. നീ അങ്ങോട്ട് നോക്കി നിന്നപ്പോ കുളത്തിലേക്ക് തള്ളിയിട്ടത് എന്റെ ബുദ്ധി. അളിയാ പോയിട്ട് വരട്ടെ കേട്ടോ. ഓക്കെ. അതെ, നിങ്ങളെ പൈസ തർക്കം ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്റെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ? അങ്ങനെ പോവില്ല ഞാൻ. ചേച്ചി, ഞാനൊരു കാര്യം പറയട്ടെ. രഞ്ജിനി പുഞ്ചി പറയൂ. ഷാജി പാപ്പൻ 2 വർഷത്തില് 2 വലിയ എന്റർടൈൻമെന്റ് സാമ്രാജ്യങ്ങളാണ് പടുതുയർത്തിയത്. ഈ നമ്മൾ ചീപ്പ് സാധനം ഇവിടെ കാണിച്ച നമുക്ക് കിട്ടാൻ പോകുന്ന ലക്ഷങ്ങളാണ് നമ്മൾ കളയുന്നത്. ഇപ്പൊ ഈ കല്യാണം, നാളെ അപ്പൂസിന്റെ കല്യാണം, മറ്റന്നാൾ കെന്നയുടെയും ഇവന്റെയും കുട്ടിയുടെ കല്യാണം, ഇങ്ങനെ ഓരോ സാധനം വന്നോണ്ടിരിക്കും. ഓരോ ചാനൽ വരുന്നു, പരിപാടി വരുന്നു, നമ്മളെ വിളിക്കുന്നു, ആങ്കർ ചെയ്യുന്നു, തമാശ ചെയ്യുന്നു, മിമിക്രി ചെയ്യുന്നു, എല്ലാ ദിവസവും പരിപാടി. ചേച്ചി എത്ര കല്യാണം ചെയ്ത് കൊടുക്കും? എല്ലാം വിട്. ചേച്ചിക്ക് കല്യാണം നടത്തി കൊടുത്ത് കാശ് തരും. ചേച്ചി, ഞാനൊരു പുതിയ കസ്റ്റമറിനെ തരാം. ഞാൻ അതോടുകൂടി എന്റെ എല്ലാ ജോലി ഇവിടെ അവസാനിക്കും. പാടാ, ഭയങ്കര പാടാ ഇതിനൊരു പെണ്ണൊക്കെ ഒപ്പിച്ചെടുക്കാൻ. എന്റെ കെന്നമോളേനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിട്ട് വന്നതാണെന്നൊന്നും വിചാരിക്കില്ല. ചേച്ചി സ്നേഹം കൊണ്ട് മാത്രം ചെയ്യുന്നതാണ് കേട്ടോ. അവിടെ എല്ലാ കാര്യങ്ങളൊക്കെ റെഡിയല്ലേ? എല്ലാരും ഭക്ഷണം കഴിച്ചില്ലേ? അപ്പൊ എന്തായാലും എല്ലാവർക്കും നമസ്കാരം. ഇനി ഞാൻ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. ഞാൻ ഈ ചാനലിൽ ഞാനും കുറേ പ്രോഗ്രാമൊക്കെ ചെയ്തിട്ടുണ്ട്. എപ്പോൾ വിളിച്ചാലും
അപ്പൂൻ്റെ ഒരു വിളിയാണ് ഓർമ്മ വരിക, ചേച്ചി വരില്ലേ, അറിയാതെ വന്നു പോകുന്നൊരു ചാനലാണിത്. പിന്നെ നമ്മൾക്ക് ഇപ്പോൾ ഉള്ളത് സോഷ്യൽ മീഡിയാസ് ഏറ്റവും കൂടുതൽ നമ്മളെ എല്ലാ വിവരങ്ങളും നമുക്ക് തരുന്നത് ഈ മീഡിയ വഴിയാണ്. അപ്പോൾ അത് നമ്മൾ ഏറ്റവും കൂടുതൽ മാക്സിമം ഇനി എന്നിൽ നിന്ന് പുറത്തെടുക്കാൻ വേണ്ടി ഒരു ഇൻ്റർവ്യൂ കൂടെ ചോദിച്ചുകൊണ്ടിരിപ്പുണ്ട്. അത് അടുത്ത് തന്നെ വൈറലായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെന്തായാലും ഈ നിമിഷം തന്നെ ഞാൻ പറയണേ, എപ്പോൾ വേണ്ടി വിളിച്ചോ, ഞാൻ അടുത്ത ദിവസം തന്നെ എത്തുന്നതായിരിക്കും. ഇവിടെ വരാൻ ഇവർ രണ്ടുപേരെയും, ഇതെൻ്റെ ചങ്കാണ്, ഈ കുട്ടി എൻ്റെ ചങ്കാണ്, രണ്ടുപേരും ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും ഇവർക്ക് ഉണ്ടാവട്ടെ ഈ മാരീഡ് ലൈഫിൽ. ഒരുപാട് അവരുടെ പാരൻസിനും അവരുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. എന്തായാലും വന്ന നിങ്ങളെല്ലാവരും ഈ ഒരു സന്ദർഭത്തിൽ ഇവർക്കുള്ള അനുഗ്രഹങ്ങളൊക്കെ കൊടുക്കുക, പ്രാർത്ഥിക്കുക. നല്ലൊരു കുടുംബജീവിതം ഒരു 100-150 വർഷം വരെയെങ്കിലും ഇവർ ഒരുമിച്ച് തന്നെ ഇരിക്കട്ടെ, അത് മാത്രം പ്രാർത്ഥിക്കുന്നു. രഞ്ജിനി ചേച്ചി കുറെ നാലിന് ശേഷം പൊളിച്ച് so good to see you. ഡാൻസും എല്ലാം കൂടെ ഒരു രക്ഷയില്ലാത്തൊരു സാധനമാണിത്. ഇങ്ങനെ സ്റ്റേജിൽ എനിക്ക് ഇത്ര അടുത്ത് കിട്ടിയിട്ടില്ല, ഇപ്പോഴൊന്നും കിട്ടിയത്. എന്തായാലും ആ ഒരു സന്ദർഭോടെ കിട്ടിയതിന് സന്തോഷം. എന്നെ ഇതിലേക്ക് വിളിച്ച അപ്പൂസിനോട്, അപ്പൂസേ ഷാജി ഭയങ്കരനാ. അപ്പൊ സന്തോഷം. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്. കാണാട്ടോ, താങ്ക് യു സോ മച്ച്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ ഇവരോട്? എനിത്തിങ്? അപ്പൂസിന് എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? അപ്പൂസിന് മതിയായോ? ലൈ ഡിറ്റക്ടർ ഒന്നിനും കൊള്ളില്ല, മഹാ ഫെയിൽ ആയിരുന്നു നമ്മുടെ ലൈ ഡിറ്റക്ടർ അല്ലേ? എനിവേ, വാട്ട് ഈസ് ദ ലൈ ഡിറ്റക്ടർ ഒക്കെ വിട്, ലൈ ഡിറ്റക്ടർ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. വിവാഹ ജീവിതത്തിലേക്ക് കടന്നു, ഇതുവരെ പറയാത്ത വല്ല കാര്യമുണ്ടോ? എല്ലാം ഓണസ്റ്റ്ലി പറയാം. അങ്ങോട്ടോ? കല്യാണം കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയണമെന്ന് തോന്നിട്ടുണ്ടോ? മാറ്റം പിന്നെ വരുത്തണോ നമ്മൾ ഈ 2 ആഴ്ചയില്? ഇങ്ങനെ തന്നെ മതിയോ ചേട്ടൻ? പാപ്പൻ ഇങ്ങനെ എന്നെ ഇങ്ങനെ തന്നെ മതി. ചിപ്പി എന്നാണ് വിളിക്കുന്നത്, ചിപ്പി. അപ്പൊ ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു, നമ്മുടെ ഷാജി പാപ്പന്റെ കല്യാണം, ഷാജി പാപ്പൻ എന്ന് പറഞ്ഞത് ഷാൽബിനാണ്. അപ്പൊ കെന്ന എന്ന് പറയുമ്പോ ഇനി നമുക്കത് ഷാജി പാപ്പന്റെ ഭാര്യയ്ക്കും വേണ്ട ഒരു പേര് കിട്ടി, ചിപ്പി പാപ്പൻ. ചിപ്പി മതി. അപ്പൊ ചിപ്പി ആൻഡ് ഷാജി പാപ്പൻ, വി വാണ്ട് ടു വിഷ് യു ദ വെരി വെരി ബെസ്റ്റ്. റോഹൻ, എന്റെ കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു ഇവിടെ. നീ അവിടെ പോയി ഇരുന്നോ, ജോലി ഒന്നും ചെയ്യണ്ട. വന്നപ്പം മുതൽ ചേച്ചി ഒറ്റയ്ക്കാ സ്റ്റേജിൽ. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഷാജി പാപ്പന്റെ കല്യാണത്തിന് ഇവിടെ എത്തിയത്. സോ വി വാണ്ട് ടു വിഷ് യു ദ വെരി വെരി ബെസ്റ്റ്. റോഹൻ, ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കട്ടെ ഇവരെ രണ്ടുപേരെ? തീർച്ചയായിട്ടും. പക്ഷേ രഞ്ജിനി ചേച്ചി പോയി കഴിഞ്ഞാൽ ഒരു ഇൻകംപ്ലീറ്റ് ഫീൽ ആവും അല്ലേ? ചേച്ചിക്ക് ഫ്ലൈറ്റ് ഉണ്ട്, നീ എടുത്തതാ എനിക്ക് നാളെ ജപ്പാനിലേക്ക് ഒരെണ്ണം. നമുക്ക് വേറെ ഫ്ലൈറ്റ് ഒക്കെ ബുക്ക് ചെയ്യാം അല്ലേ ഷാൽബി? ഇല്ല, എനിക്ക് ഉണ്ടാക്കിയ ഓളം അത് ഒരു ചെറിയ കാര്യമല്ല. ഈ ഒരു വെഡിങ് റിസപ്ഷൻ സംഭവം മാറി ഇത് വേറെ എന്തോ എന്താ പറയുക വലിയൊരു ഇവന്റ്, എന്തോ ഐഡിയാസ് ഗ്രാൻഡ് ഫിനാലെ നടന്നൊരു അവസ്ഥയായിരുന്നു. സോ ഒരു വലിയൊരു കയ്യടി രഞ്ജിനി ചേച്ചിക്ക് നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. സോ പ്ലീസ് രഞ്ജിനി ചേച്ചി, ഞാൻ ഒഫീഷ്യലി മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ഞാൻ ചേച്ചിനെ എല്ലാവിധമായിട്ട് വെൽക്കം ചെയ്യുന്നു. നമുക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യണം. നീ ഇങ്ങനെ തന്നെ വളർന്ന് പന്തലിക്കട്ടെ മോനെ, നിന്റെ വാക്കുകൾ പൊന്നാവട്ടെ. ബട്ട് ഓണസ്റ്റ്ലി ഐ വോണ്ട് ടു ടെൽ യു ഷാൽബിൻ, നമ്മളിപ്പോൾ യുനോ ഓഫ് കോഴ്സ് പരിചയമുണ്ട്, പക്ഷേ ഇവിടെ വരുമ്പം കുറച്ചുകൂടെ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ യുനോ കുട്ടികൾ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ. ബട്ട് ഐ വാച്ച് ഓൾ ഓഫ് യു, ഐ നോ വാട്ട് ഈസ് ഹാപ്പനിങ് ആൻഡ് ഐ ആം സോ പ്രൗഡ്. എനിക്കൊരു ആഗ്രഹമുണ്ട്, ചേച്ചിന്റെ ആ ഒരു ഹിറ്റ് ഡയലോഗ് ഞങ്ങൾക്കൊന്ന് പറയണം. ഏത് ഡയലോഗ്? ബിഗ് ബോസിലെ. സോ പ്ലീസ് റീക്രിയേറ്റ് ചെയ്യണം. നാച്ചുറലി വന്ന ഡയലോഗാ. ഒരു ഹെവി കയ്യടി വരികയാണെന്നുണ്ടെങ്കിൽ രഞ്ജിനി ചേച്ചി അത് റീക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അല്ലേ? യെസ്. എനിക്ക് ഡയലോഗ് അറിയില്ല, അത് നാച്ചുറലി ദേഷ്യത്തിൽ എന്നോട് പറഞ്ഞു. You must be Shaji Papan, but I'm freaking Ranjani Haridas. You get it? You better get it. എന്താടാ ഇത്? അങ്ങനെ സ്പോട്ടിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് മൈൽ സ്റ്റോൺ ഇവിടെ എത്തി നിൽക്കുന്നത്. അതെ, ചുമ്മാ. But I'm so proud of you because, like I said, I believe so much in the youth of the country, right? ഇതൊന്നും എയർ ചെയ്യണ്ട, പക്ഷേ ഐ വോണ്ട് ടു സേ ഇറ്റ്. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഓൾമോസ്റ്റ് ഒരു 70-80% 35 വയസ്സിൽ താഴെയുള്ള ആൾക്കാരാണ്. ആൻഡ് യു ആർ ദ ഫ്യൂച്ചർ. ആൻഡ് നിങ്ങളെ പോലെയുള്ള ആൾക്കാർ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പം യു ആർ ഇൻഫ്ലുവൻസിങ് എ ലോട്ട് ഓഫ് പീപ്പിൾ. സോ എൻ്റർടൈൻമെൻറ്റ് ആണെങ്കിലും അതിൽ ഇൻഫർമേഷനും നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. മേക്ക് ഷുവർ ദ തിങ് ദറ്റ് ഗോസ് ഔട്ട് ഇസ് പോസിറ്റീവ് ഫോർ എവറിബഡി. ബിക്കോസ് നിങ്ങൾ ഷാജി പാപ്പൻ അല്ലെങ്കിൽ ഷാൽബൻ അറിയാതെ you are influencing a lot of people. So you can be the change and you have a successful life ahead of you. And ഞങ്ങൾ എല്ലാവരും ആ ലൈഫിൽ ഒരു ഭാഗമായി ഇവിടെ ഇന്ന് നിൽക്കുന്നുണ്ട്. So all I can say is ഈ വിവാഹ ജീവിതത്തിലും ആ സക്സസ് വരും. I can tell a general energy and vibe. I know that you are happy people and I wish you all happiness. Can I wish you all happiness as well, okay?
തീർച്ചയായിട്ടും ഒരുപക്ഷെ രഞ്ജിച്ച് നേരത്തെ ഷാൽബിൻ പറഞ്ഞ പോലെ ഇന്ന് ഷാൽബിൻ കെന്ന വെഡ്ഡിങ് നമ്മൾ എത്രത്തോളം സെലിബ്രേറ്റ് ചെയ്യുന്നതിൽ ഇത്രയും ഒരു പീക്ക് ലെവലിൽ എത്തിയതിന്റെ അല്ലെ പ്രധാന കാരണം കൂടിയാണ് രഞ്ജിച്ച് എന്ന് പറയാതെ വയ്യ. കാരണം കാരണം ചോദിക്കൂ. കാരണം ചേച്ചി ഇത്രയും വലിയ സംഭവം. അപ്പൊ ഈ ഒരു എനിക്ക് ആക്ച്വലി ഞാനൊരു പ്രോഗ്രാം പ്രൊഡ്യൂസറാണ്, ചാനലിന്റെ ഹെഡ് ആണെങ്കിലും ഇന്നത്തെ ഒരു പരിപാടി എനിക്ക് ഒന്നും ഒരു പിടുത്തില്ല, ഇവൾക്കും അറിയത്തില്ലായിരുന്നു. അപ്പൊ ഞാൻ വന്നവിടെ രഞ്ജിച്ച് ചോദിച്ചു, ചേച്ചി എന്തെങ്കിലും ക്ലൂ തരുമോ, ഈ ഷോ എന്താണ്? എന്റെ ചാനലാണെങ്കിൽ ഇപ്പോൾ എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പൊ ഈ ഒരു ഷോ, ഈ ഒരു പരിപാടി മൊത്തം എന്താ പറയുക, ഇതിന്റെ പ്രോഗ്രാം ഹെഡ് ആയിട്ട് ചെയ്ത അപ്പൂസിന് വലിയൊരു I was just going to say, അപ്പൂസേ ഞങ്ങള് എന്നെ കുറെ ടെൻഷൻ എടുപ്പിച്ചു. ബ്രോ ഹാർലി ഡേവിസിൽ വരണം, പടക്കം പൊട്ടിക്കണം, അല്ലെങ്കിൽ മറ്റേ കുതിരവണ്ടി വരണം എന്നൊക്കെ പറയുമ്പോൾ എനിക്കിത് റിസ്ക് ആണ്, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. പക്ഷേ ദ ഷോ വാസ് റിയലി 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 എന്താ പറയുക, അടിപൊളി. അടിപൊളി. സൂപ്പർ. കഴിഞ്ഞിട്ടില്ല മോനെ, ഇനിയുണ്ട്, റോഹൻ ബാക്കിയുണ്ട്. നേരായിരിക്കുന്നുള്ളൂ. പക്ഷെ അതിനേക്കാൾ മുമ്പ് അല്ലെ ചുമ്മാ അങ്ങ് രഞ്ജിച്ചിട്ട് വിടാനും പറ്റില്ല. അപ്പൊ എന്തായാലും ആ ഒരു നന്ദി വാക്കുകളെക്കാൾ ഉപരി അല്ലെ ഒരു സ്നേഹം നിങ്ങൾ ഒരുപക്ഷെ ആ കൈഡിയിൽ തന്നെ കൊടുക്കേണ്ടിയിരിക്കുന്നു. ഞാൻ കൃത്യമായിട്ട് നമ്മൾ തുടങ്ങി വെച്ച സമയത്ത് രഞ്ജിനി ഹരിദാസ് എന്നൊരു പേര് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പറയാൻ പറ്റില്ലായിരുന്നു. കാരണം ആ ഒരു ഹൈപ്പിൽ നിർത്തിക്കൊണ്ട് ചേച്ചിയുടെ ഒരു എൻട്രി എത്രത്തോളം ഹെവി ആക്കുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ എനിക്കും കെന്നിക്കും ഒരുപക്ഷെ കൂടുതൽ അത് പറയാൻ പറ്റും. ഞങ്ങളെപ്പോലുള്ള അവതാരകർക്ക് രഞ്ജിനി ചേച്ചി വെട്ടിയ വഴി അത്ര ചെറുതല്ല എന്നുള്ളത് തന്നെയാണ്. കാരണം മലയാള മാധ്യമ ലോകത്ത് അവതാരകൾക്കിടയിൽ രഞ്ജിനി ഹരിദാസിന് മുമ്പും ശേഷം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഒരൊറ്റ പീസേ ഉള്ളൂ, അത് രഞ്ജിനി ഹരിദാസ് ആണെന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച്. ഇത് എന്റെ കല്യാണമാണോ എന്ന് ഇപ്പൊ ഒരു സംശയം. കല്യാണം വേണ്ട, ഐ എം വെരി സോറി, ഐ എം നോട്ട് അവൈലബിൾ, ബട്ട് താങ്ക് യു, താങ്ക് യു. ഓക്കേ, ഐ ഗോട്ട് ടു ഗോ. റെഡി. ഇനി ഞാനൊരു കുഞ്ഞു വലിയ സെലിബ്രിറ്റി ഗസ്റ്റിനെ വിളിച്ചോട്ടെ? റെഡി? എനിക്കൊന്നും ഒരു ഹെവി കയ്യടി കിട്ടാതെ ആൾ സ്റ്റേജിൽ കയറില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം മൈൽ സ്റ്റോണിന്റെ ഇതുവരെയുള്ള യാത്രയിൽ നമ്മുടെ കൂടെ നിന്ന് അല്ലെ ഗസ്റ്റായിട്ടും ആങ്കറായിട്ടും ഒക്കെ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന വ്യക്തി കൂടിയാണ് മാളൂട്ടി. യെസ്, നല്ലൊരു കയ്യടി കൊടുത്തേ. ഇവിടെ വെൽ പ്ലാൻഡ് ആയിട്ട് മാച്ച് ചെയ്തൊക്കെ ഡ്രസ് കോഡ് എടുത്ത് വന്നിട്ടുണ്ട്. സോ മാളൂട്ടി, എന്താ പറയാനുള്ളേ? എവിടേക്ക് ഒരു പാട്ട് പാടാനുള്ള മൂഡിൽ കയറി വന്നതാണ് അല്ലേ? ആ ട്രാക്ക് ഒന്ന് ഇട്ട് കൊടുത്തേ. बोले छोड़िया बोले गंगिरा हाय हागाई तेरी साजरा तेरी जिंदगी रिया अला चला चा सारी ला चला चा दिल ला चला चा പഠിക്കുക ഹൈഡ 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 പോ ഹൈഡ 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 പോ 50 kg ഡാച്ച ഹെലിയഗേ എന്നിക ബാക്ക് വന്നേ മിന്നിക വൈകേ എന്നിക ഹൈഡ 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 പോ. താങ്ക് യു. നിങ്ങൾക്ക് എത്ര സമയം വേണമെന്നുള്ള ആദ്യമേ പറഞ്ഞേക്ക്, അത്രയും പേരെ പാടും അല്ലേ? ഒരു കോംബോ ഫ്രണ്ട് പാട്ടിന്റെ ഒപ്പം കൃത്യമായിട്ട് ഡാൻസ് കൂടെ വരുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. യെസ്, സോ താങ്ക്സ് സോ മച്ച്. നല്ലൊരു കൈഡി കൊടുത്തേ. എവിടെ? യാ, അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ആ മലയാളത്തിലെ പ്രയോഗം വെറുതെ അല്ല അല്ലേ? മൊത്തം കുത്തിയൊക്കെ നമ്മൾ മുളക്കില്ല പറഞ്ഞോളെ അത്രയും ആ ഒരു പാട്ടിന്റെ ഒരു കഴിവ് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. സോ മാളൂട്ടി, എന്നാ ഉണ്ട് വിശേഷം? ഇന്നത്തെ വിശേഷം അങ്ങനൊന്നും ഇല്ല. ഇവിടെ കല്യാണത്തിന് വന്നത് ഡയറക്ടർ സാറിനെയും പിന്നെ കെന്ന ചേച്ചി. പക്ഷെ ഇവിടെ പറയുന്നത് ഷാജിപ്പാപ്പന്റെ കല്യാണമാണെന്നല്ലോ, അതാരാ? ഷാജിപ്പാപ്പൻ ഡയറക്ടർ സാർ. ഒരു കല്യാണ വിളി കിട്ടിയിട്ടുള്ളൂ അല്ലേ? ഷാൽവിൻ ജയന്റിങ് എന്ന് ചേച്ചിയും ഷാജിപ്പാപ്പന്റെ കല്യാണ വിളി കിട്ടിയിട്ടില്ല എന്നുള്ളത് അല്ലേ? സോ രണ്ടുപേരോട് നിൽക്കുന്നുണ്ട്. എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ള ഹാപ്പി മാരേജ് ലൈഫ്.
പാട്ട് ഇപ്പൊ ഏത് പാടും? എല്ലാം ഞാൻ പാടിയതാ. ഇപ്പൊ ഏത് പാടും? കൊറേ മനസ്സിൽ നിൽക്കുന്നുണ്ട്. എല്ലാം ഞാൻ പാടിയതുമാണ് ഓർത്ത്. ഒരു കാര്യം ചെയ്യോ, പാട്ട് വേണ്ട, ഒരു സോങ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടുപേരെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കാവോ? റെഡി? ആ, രണ്ടുപേരും ഡാൻസ് ചെയ്യണം ഒരേപോലെ. മാളൂട്ടി കളിക്കണം, മാളൂട്ടി ഉള്ള സ്റ്റെപ്പ് ഈ രണ്ടുപേരും കളിക്കണം. ഓക്കെ ആണോ? റെഡി? സോ ഒരു സോങ് ഒന്ന് കൊടുക്കാവോ? കുറച്ചൊരു ഡെപ്പാങ്കു സോങ് വേണം അല്ലേ? കുത്തുപാട്ട് വേണം, എങ്കിൽ മാത്രമേ കുറച്ചുകൂടി ടഫ് സ്റ്റെപ്സ് വരുള്ളൂ എന്നാണ്. സ്റ്റെപ്പിന്റെ ഒപ്പം ഒരു എക്സ്പ്രഷൻ, ഇവിടുന്ന് ഇത്രയും മാത്രം എക്സ്പ്രഷൻ ഒക്കെ വരുന്നേ? അതൊക്കെ ഓൺ ദ സ്പോട്ടിൽ വരുന്നേ. ഇവര് കളിച്ചില്ലല്ലോ. ചേച്ചി കുറച്ചൊക്കെ കളിച്ചു, ചേട്ടനൊട്ടും കളിച്ചില്ല. അങ്ങനെയല്ല, രണ്ടുപേരും കുറച്ചേ കളിച്ചുള്ളൂ. ഇനി അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോ നല്ലോണം ഡാൻസ് കളിക്കണം. രണ്ടുപേർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഉപദേശം കൊടുത്തേ ഇപ്പൊ. ഉപദേശം എന്ന് വെച്ചാ അതിപ്പോ ഞാൻ ഓർത്തിട്ടൊന്നും ഇല്ല. എനിക്ക് ഓർക്കാൻ കുറെ ടൈം വേണ്ടി വരും. കുറച്ചുകൂടി ആലോചിച്ചിട്ട് പറയാവോ? പോയിട്ട് നോക്കിയിട്ട് പറയാം. നമുക്കൊരു ഫോട്ടോ എടുത്താലോ? യെസ്. യെസ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനിയൊരു ടൈം അതൊക്കെ പോട്ടെ, കുറെ അധികം പേരെ ഇനി വേദിയിലെത്താനുള്ള സമയം കൂടിയാണ്. നമുക്കൊരു കുട്ടിക്കലാശം വേണ്ടേ? വേണ്ടേ? വേണം. സോ ഏത് ലെവൽ വേണം? ഹൈ ലെവൽ വേണം. സോ ആ എനർജി നിങ്ങളുടെ സൈഡിൽ നിന്നും കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയും അധികം പേരെ ഇനി വേദിയിലെത്താനുള്ള സമയം കൂടിയാണ്. സോ എല്ലാവരും ഇനി കുറേ നേരം ഓഡിയൻസിലിരുന്നു അല്ലേ? ഇനി അങ്ങനെ വേണ്ട, നിങ്ങളെല്ലാവരും കൂടി ഒരേ സമയം സ്റ്റേജിൽ എത്തുകയാണ്. സോ കുട്ടിക്കലാശമാണ്. പക്ഷെ അതിന് മുമ്പായിട്ട് ഇത്രയും ദിവസത്തെ അല്ലേ, ഒരുപക്ഷെ ഒരു വെഡിങ് റിസപ്ഷൻ മൂഡിലല്ല നമ്മൾ ഇതുവരെ പോയിരുന്നത്. ഒരുപക്ഷെ മറ്റാർക്കും കിട്ടാത്ത ഒരു ഭാഗ്യം കൂടിയാണ് ഷാൽബിൻ കന്ന നിങ്ങളുടെ ഒരു യാത്ര തുടങ്ങുമ്പോൾ തന്നെ കിട്ടിയിരിക്കുന്നത്. റൈറ്റ് അല്ലേ? ഒരു സംശയവുമില്ല. സോ എന്താ ഈ ഒരു സമയം പറയാനുള്ളത്? ഹൗ ഡു ഫീൽ നൗ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു വലിയൊരു ഒരു ഷോ പോലെ വന്നു. സോ റിയലി എന്താ പറയുക, ബ്ലെസ്ഡ്. താങ്ക് യു സോ മച്ച്. എനിക്കും അങ്ങനെ തന്നെയാണ്. ഞാൻ പലപ്പോഴും പാപ്പനോട് ചോദിക്കുന്നത് ഇത് നമ്മുടെ വെഡിങ് റിസപ്ഷൻ തന്നെയാണോ എന്ന് ഐ വാസ് ആസ്കിങ്. യെസ്, ഇടയ്ക്കിടയ്ക്ക് സംശയം. ആൻഡ് എനിക്കൊന്നും അറിയില്ല ഇതെന്താ നടക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ അപ്പൂസേട്ടനോട് പറഞ്ഞു ഐ എം റെഡി, ഞാൻ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ തന്നെ എടുത്തോളാം. ആൻഡ് ഹെഡ്സ് ഓഫ് ടു അപ്പൂസേട്ടൻ, ഇത്രയും വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് എന്തോരം കോണ്ടന്റുകളാണ് ഇറക്കിക്കൊണ്ടേയിരുന്നത്. ആൻഡ് താങ്ക് യു സോ മച്ച് ആൻഡ് മൈൽ സ്റ്റോൺ ഫാമിലി. ഞാൻ എല്ലാവരും ഇപ്പോഴാണ് പരിചയപ്പെടുന്നതും കാണുന്നതും. ആൻഡ് റോഹൻ എനിക്ക് നേരത്തെ നമ്മളൊരു സോഷ്യൽ മീഡിയയിലൂടെ പലരെ അറിയെങ്കിലും ഇപ്പോഴാണ് ഞാൻ എല്ലാവരും മീറ്റ് ചെയ്യുന്നതും സംസാരിക്കുന്നതും. ആൻഡ് താങ്ക് യു സോ മച്ച് ഓൺ ബിഹാഫ് ഓഫ് മൈൽ സ്റ്റോൺ മേക്കേഴ്സ്.
സുഖം. അപ്പം എന്തായാലും ഇന്ന് ഇത്രത്തോളം ഈ ഒരു ഫംഗ്ഷൻ ഭംഗിയായി തീർക്കണമെന്നുണ്ടെങ്കിൽ കുറേ അധികം പേരുടെ ഒരു എഫേർട്ട് കൂടിയുണ്ട് അല്ലേ? ഓരോ സമയത്ത് കൃത്യമായിട്ട് മൈൽ സ്റ്റോൺ ഫാമിലിയിലെ കുറച്ച് പേര് പറയാനുണ്ട്. സോ ഇവന്റ് ടീമിലെ ഓയിസ്റ്റർ വലിയൊരു പാർട്ടാണ് ഇത്. കാരണം ഈ ഡെക്കോർ കണ്ടിട്ട് എന്നോട് കുറേ പേര് പറഞ്ഞു റിയലി 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 അടിപൊളി. സോ ആ ഗ്രൂപ്പിലെ ആൾക്കാരെ പേര് എടുത്ത് പറയുന്ന ആ ഗ്രൂപ്പിലെ നേതാവിന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് പേരെടുത്ത് പറയുന്നില്ല. പിന്നെ എൻ്റെ മൈൽ സ്റ്റോൺ ടീമിലെ ഫുൾ എല്ലാവർക്കും മൈൽ സ്റ്റോൺ ടീം. പിന്നെ ഞങ്ങളുടെ ഫോട്ടോസ് എല്ലാം ഭംഗിയായിട്ട് എടുത്തു തരുന്ന ഞങ്ങളുടെ സ്വന്തം LOC ടീമിന് ബിഗ് ഷൗട്ട് ഔട്ട്. പിന്നെ എൻ്റെ മേക്ക് ഓവർ ബ്ലൂംസ് അവർക്കും വലിയൊരു ഷൗട്ട് ഔട്ട്. പിന്നെ LOC പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ പിക്ക് അത്യാവശ്യം വൈറലായി, അപ്പോൾ അത് LOC ആണ് എടുത്തത്. സോ താങ്ക് യു സോ മച്ച്. അവർ തന്നെയാണ് നമ്മുടെ റിസപ്ഷനും കവർ ചെയ്തത്. ആൻഡ് ഇവൻറ്റ് ഓയിസ്റ്റർ താങ്ക് യു സോ മച്ച്. ആൻഡ് എനിക്ക് 3 ഇപ്പം എൻഗേജ്മെൻറ്റ്, വെഡ്ഡിങ് ആൻഡ് റിസപ്ഷൻ 3 പേരാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ്. അപ്പം ഓരോരുത്തരോടും ഞാൻ നന്ദി പറയുന്നു. രതീഷ് ചേട്ടൻ, വികാസ് ചേട്ടൻ ആൻഡ് മുകേഷ് ചേട്ടനാണ് ലാസ്റ്റ് ചെയ്തത്. യെസ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ എന്തായാലും May 4 കഴിഞ്ഞ് 24 നിൽക്കുമ്പോൾ വരെ 20 ദിവസം നിങ്ങളുടെ ട്രെൻഡിങ് സെറ്റിംഗ് ആ ഫോട്ടോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, അതൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? സോ അതിന് കാരണക്കാർ കൂടിയാണ്. സോ താങ്ക് യു സോ മച്ച് ഗൈസ്. ആൻഡ് തീർച്ചയായിട്ടും മൈൽ സ്റ്റോൺ ഫാമിലിയിലെ നമ്മുടെ സ്വന്തം പാപ്പൻ്റെ കല്യാണമാണ്. സോ പാപ്പൻ്റെ കല്യാണമായിട്ട് പോലും അത് ആഘോഷത്തിന് മാത്രം നിൽക്കാതെ എല്ലാവരും കൃത്യമായിട്ട് ഈ ഒരു ഈവൻറ്റ് ഭംഗിയാക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട്. സോ എല്ലാ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ഫാമിലിക്ക് ഒരു പ്രത്യേകം നന്ദി പറയുകയാണ്. എന്നെ എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വം കൂടിയാണ് അപ്പു മോൻ. യെസ്, സോ കൃത്യമായിട്ട് ഇന്ന് പോലും ഈ ഒരു ദിവസം പോലും തുടക്കം മുതൽ ഈ നിമിഷം വരെ എന്ത് നടക്കാൻ പോകുന്നു എന്ന് അറിയുന്ന ഏക വ്യക്തി കൂടിയാണ് അദ്ദേഹം. കാരണം ഷാൽവിൻക്ക് എന്നെ വരെ സർപ്രൈസ്ഡ് ആയിരുന്നു ഓരോ മൊമെന്റിൽ ഇത് എന്താണ് നടക്കുന്നത് എന്നുള്ളത്. സോ അദ്ദേഹം ഒരു കണ്ടന്റ് ക്രിയേറ്ററിൽ ഏത് ലെവൽ വരെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഷോസിലൂടെ. സോ ഈ ദിവസം ഇങ്ങനെ പോകുന്നതിൽ തീർച്ചയായിട്ടും ഒരു സ്പെഷ്യൽ താങ്ക്സ് ടു യു മാൻ. ഒരു നല്ലൊരു കൈയടി. അപ്പൂനെ തീർച്ചയായിട്ടും തുടക്കം മുതൽ ഇതുവരെ ഞാൻ നേരത്തെ പറഞ്ഞു ഡാൻസ് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പെങ്ങൾ മളിയുടെ കല്യാണത്തിന് എങ്ങനെ ഇത്രയും ഭംഗിയാക്കണം എന്ന് ചോദിക്കുന്നുണ്ട്. അത്രത്തോളം വെൽ പ്ലാൻഡ് ആയിട്ട് ഞാൻ കുറേ മുമ്പേ കന്നഡയും ഷൽമിക് സ്റ്റോറിയിൽ കാണാം. ഇത്രയും ദിവസം മുമ്പേ ഇവരുടെ ഡാൻസ് പ്രാക്ടീസൊക്കെ അല്ലേ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ കെയിൻ ആൻഡ് ടീം, കെയിൻ്റെ ആ കമ്മലിൽ ഞാൻ നോട്ടിട്ടതാണ്. ആ പെർഫോമൻസ് കൂടി ആയപ്പോൾ ഹെവി ആയി. ആൻഡ് 3 ഫ്രണ്ട്സ് ഗ്യാങ് ഒരുമിച്ച് നിന്നതിൽ 2 ഫാമിലിയുടെ സൈഡിൽ നിന്നാണെങ്കിൽ പോലും ഇവരുടെ ഒരു യാത്രയ്ക്ക് ഒരുമിച്ച് ഇവിടെ നിന്ന് ഏറ്റവും ആഘോഷപൂർവ്വമാക്കിയതിനെ ഒരിക്കൽ കൂടി എല്ലാ ഫാമിലി മെമ്പേഴ്സിനും കൂടിയും സുഹൃത്തുക്കൾക്കും നന്ദി പറയാണ്. സോ താങ്ക് യു സോ മച്ച് ഗായ്സ്. അപ്പം എന്തായാലും നിങ്ങൾക്കുള്ളൊരു കീവേഡ് തീർച്ചയായിട്ടും യെസ്, അതുപോലെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വെഡ്ഡിംഗ് റിസപ്ഷൻ എന്നതിലപ്പുറത്തേക്ക് അടുത്തൊരു നെക്സ്റ്റ് ലെവലിലോട്ട് പോകുന്നതിലെ നമ്മുടെ പ്രിയപ്പെട്ട അല്ലെ സെലിബ്രിറ്റി ഗസ്റ്റുകളൊക്കെ നമ്മുടെ എത്തിയില്ലേ. കുറേയധികം പേര് കുറേ സമയം നമുക്കൊപ്പം സുരേഷ് ചേട്ടനൊക്കെ അത്രത്തോളം നമ്മൾക്കൊപ്പം ചെലവഴിച്ച് അതിൽ ഏറ്റവും അല്ലെ സെറിമണി ടൈം കേക്ക് കട്ടിങ് സമയത്തൊക്കെ ഇവിടെ നിന്ന് ഒരു ബ്ലെസ്സിങ് ഒക്കെ തന്നിട്ടാണ് പോയത്. ചേച്ചി ആണെങ്കിലും രജി ചേച്ചി ആണെങ്കിലും ഒരുപാട് പേർ നമ്മുടെ ഒരു ക്ഷണം സ്വീകരിച്ച് ഒരു ഫംഗ്ഷൻ വന്ന് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ഫാമിലിയുടെ കല്യാണം എന്നുള്ളൊരു മൂഡിൽ നിന്ന് വ്യക്തികൾ കൂടിയാണ്. സോ എത്ര പറഞ്ഞാലും നന്ദി വാക്കുകളിൽ ഒതുങ്ങില്ല, മതിയാകില്ല. എങ്കിൽ പോലും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ മെല്ലെ മൈക്ക് കൈമാറുകയാണ്. സോ ഇവർ കീവേഡ് തരും, അത് കേട്ട വഴിക്ക് അങ്ങ് കയറി വരണം. റെഡി? സോ പാപ്പൻ്റെ മക്കളെ സമയപരിമിതി മൂലം മെല്ലെ കുട്ടിക്കലാശം വൈൻഡപ്പ് ചെയ്തു.